സംസാരിക്കുമാറാകണമേ, ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിയനെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ എല്ലാ കുറവുകളെയും ക്ഷമിക്കുമാറാകണം. അവിടുത്തെ തിരുവചനം സംസാരിപ്പാൻ അടിയനെ കർത്താവ് യോഗ്യനാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരു ആരാധന കൂടെ ഇന്ന് രാത്രികാലം ദാനമായി ദൈവം തന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഞാൻ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. പ്രത്യേക സ്തോത്രം എൻ്റെ പെങ്ങളും അളിയനും 2 കുഞ്ഞുങ്ങളുമായിട്ട് ഈ ദേശത്ത് കടന്നു വരുവാനും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന വലിയ അവസരത്തെ അല്ലെങ്കിൽ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഇന്ന് രാത്രികാലം ഞാൻ നന്ദി ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം അല്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ആരാധനയിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ഞാനൊരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതുകൊണ്ടും ഇങ്ങോട്ട് കടന്നതിന് ശേഷം നാട്ടിൽ ഒരുമിച്ച് അധിക നാൾ ആയിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടും ഒരുമിച്ച് ഒരു ആരാധനയിൽ പങ്കെടുക്കുവാൻ ഇതുവരെയും അവസരം ലഭിച്ചില്ല. എന്നാൽ ഇന്ന് രാത്രികാലം ഈ ദേശത്ത് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവർ എറണാകുളത്ത് കോലഞ്ചേരിയിലായിരിക്കുന്നു. അളിയൻ അവിടെ കോലഞ്ചേരിയിൽ ഒരു സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. സഹോദരി ആ സ്കൂളിൽ തന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. മകൻ ന്യൂസിലൻഡിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നഴ്സിംഗിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. യാദൃശ്ചിക എന്ന് പറഞ്ഞാൽ തന്നെ അവിടെയും നമ്മുടെ കർമ്മേൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഒരു മെമ്പറായിട്ടാണ് ഇപ്പോൾ ജോയൽ ഉള്ളത്. മകൻ്റെ പേര് ജോയൽ, അളിയൻ്റെ പേര് എലിയാസ്, പെങ്ങളുടെ പേര് പ്രിയ, മോളുടെ പേര് എലിസ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് അല്ലല്ലോ ഇന്ന് രാത്രിക്കാലം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ എനിക്ക് സാധിച്ചില്ല. ഇവർ കുറച്ച് ദിവസത്തേക്കാണ് നാട്ടിൽ നിന്ന് കടന്നു വന്ന് വിസിറ്റിന്. അതുകൊണ്ട് അതിൻ്റെതായ ചില സ്ഥലങ്ങളിലൊക്കെ കാണാനൊക്കെ പോയതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളൊന്നും പങ്കെടുക്കാൻ സാധിച്ചില്ല. എങ്കിലും ഈ വർഷത്തെ അവസാനത്തെ സഭായോഗത്തിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം തന്ന ആ വലിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം. നാം വളരെയേറെ വായിച്ചു കേട്ടതും ശുശ്രൂഷ അനുഭവിച്ചതുമായ സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. നമുക്ക് പരിചയമില്ലാത്ത സങ്കീർത്തനമല്ല. എപ്പോഴും നാം പാടുന്നതും പാട്ട് കേൾക്കുന്നതും പ്രസംഗിച്ചത് കേട്ടതുമായ ഒരു സങ്കീർത്തനമാണ് 21-ാം സങ്കീർത്തനം. എന്നാൽ ഹല്ലേലൂയ, മറ്റെന്തും നമുക്ക് മടുക്കുമെങ്കിലും മറ്റെന്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിലും നമ്മുടെ തിരുവചനത്തിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. നമ്മുടെ തിരുവചനം എന്ന ആഹാരം അത് ഹല്ലേലൂയ ഒരിക്കലും മടുത്തു പോകുകയില്ല. എപ്പോൾ ഭക്ഷിച്ചാലും അത് പുതുമയോട് ഭക്ഷിക്കാനും പുത്തൻ രുചിയോടുകൂടെ അത് ഭക്ഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. ഇന്ന് രാത്രികാലം നാം പ്രാർത്ഥനയോടെ ആയിരിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് ഇന്ന് രാത്രികാലം സംസാരിക്കാൻ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. നാം ആഗ്രഹത്തോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം അത് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. അത് ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. സ്തോത്രം. നാം ആഗ്രഹത്തോടെ ആയിരിക്കുന്നെങ്കിൽ, നാം ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ കർത്താവേ രാത്രികാലം എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നാൽ ശാന്തമായി സംസാരിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം നമ്മോട് സംസാരിക്കാൻ ഇടയായിത്തീരും. നമുക്കറിയാം, ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നാണ് 21-ാം സങ്കീർത്തനത്തിലെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ദാവീദാണ് ആ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ സങ്കീർത്തനം എഴുതുമ്പോൾ അതിന്റെ 1-ാം വാക്യത്തിൽ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ ദാവീദിന് ഒരു ഇടയ പരിപാലനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇടയൻ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ദാവീദ് ഒരു ഇടയനായിരുന്നു. സ്തോത്രം. ഒരു ഇടയൻ എങ്ങനെയാണ് ആടുകളെ പരിപാലിക്കുന്നതെന്നും ഒരു ഇടയൻ എങ്ങനെ ആടുകളെ സ്നേഹിക്കുന്നത് എന്നും ഒരു ഇടയൻ ആടുകൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നും വ്യക്തിപരമായി അറിയാവുന്ന ഒരു ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്തോത്രം, ആ സങ്കീർത്തനത്തിന്റെ മഹത്വം വലിയതാണ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദ് ഒരു പ്രവാചകൻ എന്ന് തന്നെയാണ് നാം പഠിക്കുന്നത്. അതെ, ദാവീദ് ഒരു പ്രവാചകൻ തന്നെയാണ്. യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വലിയ ഇടയനായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം കൂടിയാണ് ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് പറയുന്നത്. സ്തോത്രം. നമ്മളും ഹല്ലേലൂയ പലപ്പോഴും കർത്താവ് നമ്മുടെ ഇടയനാണെന്ന് പറയുമ്പോൾ സ്തോത്രം നമുക്കതിന്റെ ആഴം പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. സ്തോത്രം. നമ്മൾ വളരെ വെറുതെ പറഞ്ഞു വിടുന്ന കർത്താവ് എൻ്റെ ഇടയനാണ്, യഹോവ എൻ്റെ ഇടയനാണെന്ന് പറഞ്ഞു വിടുമെങ്കിലും
ദാവീദ് എഴുതിയ ആ ആഴത്തിൽ, അല്ലെങ്കിൽ ദാവീദ് മനസ്സിലാക്കിയ ആഴത്തിൽ മനസ്സിലാക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയണമെന്നില്ല. സ്തോത്രം. നമുക്ക് പറയുവാൻ കഴിയണം, ആമേൻ, ഹി ഈസ് മൈ ഷെപ്പേർഡ്, ഐ ആം ഹിസ് ലാം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ ആടുകൾ എന്ന് പറയുമ്പോൾ ആ ആടുകളിൽ തന്നെ നമ്മൾ ആമേൻ ഒരു കുഞ്ഞാടാണെന്ന് പറയുവാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ആടുകൾ പലതരത്തിലുള്ള ആടുകളുണ്ട്. കുഞ്ഞാടുകളുണ്ട്, ചെമ്മരിയാടുകളുണ്ട്, മുട്ടാടുകളുണ്ട്, തള്ളയാടുകളുണ്ട്. സ്തോത്രം. പലപ്പോഴും ആടുകൾ നാം വേർതിരിച്ചു പറയുമ്പോൾ അവൻ നമുക്ക് എപ്പോഴും ഒരു കുഞ്ഞാടായിരിക്കുവാൻ കഴിയുമെങ്കിൽ, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ, അവൻ കർത്താവിന്റെ കരങ്ങളിൽ ഒരു കുഞ്ഞാടായിരിക്കുവാൻ കഴിയുമെങ്കിൽ, അവൻ സ്തോത്രം, അത് വളരെ ഭാഗ്യമുള്ള ഒരു അവസ്ഥയാണ്. സ്തോത്രം. ഒരു ഇടയൻ തന്റെ കുഞ്ഞാടിനെ കരം കൊണ്ട് ചേർത്തെടുക്കുന്ന പോലെ നാം പിക്ചറിൽ കണ്ടിട്ടുണ്ട്. അത് സ്തോത്രം. മുട്ടനാടുകളെയോ അല്ലെങ്കിൽ തള്ളയാടുകളെയോ ഇടയൻ അങ്ങനെ എടുത്ത് ആശ്ലേഷിക്കാറില്ല. എന്നാൽ ആ ഇടയൻ നടന്നു വരുമ്പോൾ ആട്ടിൻകുട്ടി ഓടി വരും. ആട്ടിൻകുട്ടിയെ തന്റെ കരങ്ങളിലെടുത്ത് മാർവോട് ചേർക്കുന്ന ഒരു ഇടയനുണ്ട്. സ്തോത്രം. രാത്രികാലം ആമേൻ ദാവീദ് പറയുന്ന പോലെ യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് നാം പറയുമ്പോൾ ആമേൻ നാം ഒരു ലാമ്പായിട്ട്, അല്ലെങ്കിൽ ഹല്ലേലൂയ, ഒരു കുഞ്ഞാടായിട്ട് ഇരിക്കുവാൻ നാം ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു കുഞ്ഞാടായിരുന്നാൽ നാം ആ നല്ല ഇടന്റെ കരങ്ങളിൽ നാം ഭദ്രമായിരുന്നാൽ, സ്തോത്രം, രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. നാം പലപ്പോഴും നമ്മുടേതായ വിഷയങ്ങളിൽ, നമ്മുടേതായ ആവശ്യങ്ങളിൽ നാം ഭാരപ്പെടുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ നിങ്ങളുടെ ഇടയനാകുന്നു. സ്തോത്രം. നാം ഒരു ആടാണെങ്കിൽ, ഒരു കുഞ്ഞാടാണെങ്കിൽ, നമ്മുടെ ഇടയൻ കർത്താവാണെങ്കിൽ, സ്തോത്രം, നാം എന്തിന് ഭാരപ്പെടണം? നമുക്കെല്ലാം എന്ത് വേണം, നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഇടയനായ കർത്താവ്. സ്തോത്രം. നമുക്ക് അപ്പപ്പോൾ ആവശ്യമുള്ള ആഹാരത്തെ തന്ന് അവൻ, അതുകൊണ്ടാണ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്, അവൻ വെറുതെ എവിടെയെങ്കിലും കിടത്തുകയല്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്തോത്രം. നാം പലപ്പോഴും പച്ചയായ പുൽപ്പുറങ്ങൾ അന്വേഷിച്ചു പോകുന്നവരാണ്. അതാണ് നമ്മുടെ ഹൃദയത്തിലെ ഭാരവും, നമ്മുടെ ഹൃദയത്തിൽ നിരാശയും സംഭവിക്കുന്നത്. നമുക്ക് എവിടെയാണ് പച്ചപ്പ് എന്ന് പലപ്പോഴും നമ്മളാൽ തന്നെ അന്വേഷിച്ചു പോകുന്നവരാണ് നമ്മൾ പലരും. എന്നാൽ അവൻ സ്തോത്രം, നാം ആടായിരിക്കുക. സ്തോത്രം. അവൻ ഇടയനോട് അവൻ എനിക്ക് എവിടെ പച്ചപ്പ്, എനിക്ക് എവിടെ പുല്ല് എന്ന് ചോദിക്കേണ്ട ആവശ്യം ഇടയനില്ല. മറിച്ച് ഇടയൻ കരം പിടിച്ച്, അല്ലെങ്കിൽ ഇടയന്റെ വഴിയുടെ കൂടെ ആടുകൾ നടന്നുപോയി മേച്ചിൽ കണ്ടെത്തുവാനും പച്ചപ്പിൽ ഭക്ഷിക്കുവാനും ഇടയായിത്തീരും. സ്തോത്രം. ഇത് രാത്രികാലം നിങ്ങൾ ആരെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ, അവൻ സ്തോത്രം, എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ കഴിയും, അവൻ സ്തോത്രം, നിങ്ങൾ ഭാരപ്പെടേണ്ട. അവൻ ഹല്ലേലൂയ, നാളെയെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. നാളെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നോ, നിങ്ങൾക്ക് നാളത്തെ ആഹാരം ലഭിക്കുമെന്നോ, അവൻ സ്തോത്രം, നാളെ നിങ്ങൾക്ക് ജോലി ലഭിക്കുമെന്നോ, അവൻ ഹല്ലേലൂയ, അത് എങ്ങനെ ലഭിക്കുമെന്നൊന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഏതെങ്കിലും ആവശ്യങ്ങളിൽ നിന്ന് രാത്രികാലം നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അവൻ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുന്ന പോലെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയനാകുന്നു. നിങ്ങൾക്ക് ഇന്ന് രാത്രികാലം ഹൃദയത്തിൽ നിന്ന് പറയുവാൻ കഴിയുമോ, ആമേൻ, കർത്താവേ, നീ എന്റെ ഇടയനാകുന്നു, ഞാൻ ഒന്നിനും ഭാരപ്പെടുകയില്ല. ആമേൻ, സ്തോത്രം, ഞാൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് പറയുവാൻ കഴിയുമെങ്കിൽ, ആമേൻ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരം നീങ്ങി പോകാൻ ഇടയായിത്തീരും. സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവിടുന്ന ഭാരം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടിടുന്ന പിശാച് കൊണ്ടിടുന്ന ഭാരത്തെ അവൻ സ്തോത്രം നീക്കിക്കളയണമെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മുഴം നീളം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നല്ല ഇടയനായ കർത്താവ് നിങ്ങളുടെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ, നാളെ നിങ്ങളെ ഏത് മേച്ചിൽപ്പുറത്ത് നടത്തണമെന്നും ഏത് വെള്ളത്തിനരികെ നിങ്ങളെ കൊണ്ടുപോകണമെന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രാത്രികാലം നാം ഹല്ലേലൂയ ചിന്തകളെ വിട്ട്, നാളെക്കുറിച്ചുള്ള വിചാരങ്ങളെ വിട്ട്, എന്തായിത്തീരുമെന്നുള്ള ഭാരങ്ങളെ വിട്ട് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവിനെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ, ആമേൻ, സ്തോത്രം, ദൈവം ശക്തിയോടെ നമ്മെ നടത്തുക എന്ന് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഹല്ലേലൂയ പലപ്പോഴും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തുടർന്ന് സാക്ഷ്യം പറയുന്നില്ല. ഇന്ന് എൻ്റെ സഹോദരി ഇവിടെയുണ്ട്, എൻ്റെ അളിയൻ ഇവിടെയുണ്ട്. സ്തോത്രം. ഞാൻ ഈ ദേശത്ത് കടന്നു വന്നിട്ട് എൻ്റെ ശമ്പളം എത്രയായിരുന്നു എന്ന് ഞാൻ നാട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല. സ്തോത്രം. വളരെ തുച്ഛമായ ശമ്പളം. കഴിഞ്ഞ ദിവസം ഇന്നലെ അവരോട് ഞാൻ പറയാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. എന്നാൽ ആ തുച്ഛമായ ശമ്പളത്തിൽ ഞാൻ ഹൃദയത്തിൽ ഭാരപ്പെടുമ്പോൾ, വേദനയോടെ ആയിരുന്നപ്പോൾ, നാളെ എന്താകും കർത്താവ് എന്ന് ചിന്തിച്ചപ്പോൾ, ആമേൻ, എൻ്റെ കരം പിടിച്ച ഒരു കർത്താവ്
കർത്താവുണ്ട്. സ്തോത്രം. എന്റെ കര പിടിച്ച് നടത്തിയ ഒരു ഇടയനുണ്ട്. സ്തോത്രം. ആ ഇടയൻ ആമേൻ സ്തോത്രം ഞാൻ ആ കരത്തിൽ എന്ന് പിടിച്ചോ, എന്നെ നീട്ടിയ കരത്തിൽ ഞാൻ എന്ന് പിടിച്ചോ, ആ കരത്തിൽ പിടിച്ച് കർത്താവ് എന്നെ ഇന്നോളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ ധൈര്യത്തോടെ വളരെ ശക്തമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ ഇടയൻ നടത്തുവാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ഒരു കുടുംബമായിട്ട് ഈ ദേശത്ത് ജീവിക്കാൻ പറ്റുമെന്നോ, ആമേൻ ഒരു മാന്യമായ ശമ്പളം മേടിക്കുവാൻ കഴിയുമെന്നോ, ഒരു ഫാമിലിയുടെ കൂടെ ജീവിക്കാൻ കഴിയുമെന്നോ ഞാൻ ഹൃദയത്തിൽ ചിന്തിച്ചതുപോലുമല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അതിനോട് അത്രയും ചിന്തിക്കാനുള്ള ആമേൻ സാമ്പത്തിക സിറ്റുവേഷൻ എനിക്ക് ഇല്ലായിരുന്നു. എന്നാൽ അന്ന് ഹല്ലേലൂയ ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ ഈ ദേശത്ത് ഞാൻ കുടുംബമായി നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കുടുംബമായി നിർത്തുക മാത്രമല്ല, എന്റെ മാതാപിതാക്കളെ ഈ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു. ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം എന്റെ സഹോദരിയും എന്റെ ഹല്ലേലൂയ അളിയനും കുഞ്ഞുങ്ങളും എല്ലാമായിട്ടും ഈ ദേശത്ത് ആരാധിപ്പാൻ എന്റെ ദൈവം എനിക്ക് ഭാഗ്യം തന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, യഹോവ എന്റെ ഇടയനാകുന്നു. ആ കരത്തിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രികാലവും ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നത്, ആ കരം ഇന്നും കുറുകി പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, ആമേൻ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചവൾ പറഞ്ഞതുപോലെ സ്തോത്രം, അവൻ ഒരിക്കലും ഹല്ലേലൂയ നമ്മെ വഴിയിൽ വെച്ച് വിട്ടുപോകുകയില്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. എന്തെല്ലാം വാഗ്ദത്തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിവർത്തിപ്പാൻ ശക്തമായ ദൈവമാണ്. എന്നാൽ ഒരു കാര്യം മാത്രം നാം ചെയ്യുക, നാം വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം എന്നെ നടത്തും. എന്റെ കർത്താവ് ഹല്ലേലൂയ എനിക്ക് വേണ്ടുന്നതെല്ലാം തരും. അവൻ എന്നെ പച്ചയായ പുൽപ്പുറത്തിൽ നടത്തും. അവൻ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തും. അവൻ ഹല്ലേലൂയ നടത്തുമെന്നുള്ള ആ വിചാരം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നാം ലജ്ജിച്ചു പോകുവാൻ ഇടയായിത്തീരുകയില്ല. സ്തോത്രം. എന്താണ് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലെ പ്രത്യേകത? 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ പലപ്പോഴും നമ്മുടെ ഓരോരുത്തരെയും മുഖം വാടിപ്പോകുന്നത്, നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഹല്ലേലൂയ പല വിചാരങ്ങളിൽ വാടിപ്പോകുന്നത്, അവൻ നമ്മളെ കിടത്തിയിരിക്കുന്നത്, നമ്മളെ നടത്തിയിരിക്കുന്നത് ആ വെള്ളത്തിനരികിലാണെങ്കിലും ആ ആറ്റരികത്താണെങ്കിലും പലപ്പോഴും അവൻ സ്വന്തം നമ്മളെ പച്ച പുല്ലിലാണ് നമ്മെ കിടത്തിയിരിക്കുന്നതെങ്കിലും നമ്മുടെ നോട്ടം പലപ്പോഴും അപ്പുറത്തുള്ള പച്ചയിലേക്ക്. പ്രൈസ് ദി ലോർഡ്. അവൻ ദൂരെ കാണുന്ന ഒരു പച്ചയിലേക്കാണ് പലപ്പോഴും നമ്മുടെ നോട്ടം. നമുക്കിത് പോരാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഹല്ലേലൂയ ആ പച്ച എനിക്ക് വേണമെന്നുള്ള ചിന്ത കൊണ്ടാണ് നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് പലപ്പോഴും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മുഖം തെളിയാതെ വരുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഹല്ലേലൂയ നിങ്ങൾ വിശ്വസിക്കുക, ഇന്ന് കർത്താവ് എനിക്ക് ഒരുക്കിയിരിക്കുന്നത് ഈ പച്ചയാണ്. അവൻ ഈ താഴ്വരയിലാണ് കർത്താവ് എനിക്ക് ഇന്ന് നന്മ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ അത് വിശ്വസിച്ചാൽ അവൻ സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നിങ്ങൾക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അടുത്ത വാക്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ് 4-ാം വാക്യത്തെ ഇങ്ങനെ പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടിയിരിക്കുന്നല്ലോ, നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ ഇടയനാകുമെന്ന് പറയുമ്പോഴും ദാവീദ് യഹോവയുടെ ഇടയനാകുമെന്ന് പറയുമ്പോഴും ഒരു വാക്യം അവിടെ പ്രത്യേകം എഴുതി വെക്കുന്നുണ്ട്, കൂരിരുൾ താഴ്വരയിൽ കൂടി നമുക്കൊരു നടത്തമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിക്കരുത് ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം ആമേൻ ഹല്ലേലൂയ കൂരിരുൾ താഴ്വരയോ അല്ലെങ്കിൽ ആമേൻ സ്തോത്രം ഭാരമോ പ്രയാസമോ ഇല്ലാത്തൊരു ജീവിതമാണ് എന്ന് പല പ്രസംഗങ്ങളും കേട്ട് നാം വിശ്വസിക്കരുത്. മറിച്ച് നമ്മുടെ ജീവിതത്തിലും ഒരു കൂരിരുൾ താഴ്വരയുണ്ട്. ആമേൻ സ്തോത്രം. കർത്താവ് നമ്മെ കരപിടിച്ച് നടത്തുമ്പോഴും പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നമ്മെ നടത്തുമ്പോൾ ചില സമയങ്ങളിൽ ചില അവസരങ്ങളിൽ കൂരിരുൾ താഴ്വരകളിൽ കൂടെ ആമേൻ ഹല്ലേലൂയ നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മരണ നിഴലിൽ താഴ്വരയിൽ കൂടെയാണ് പലപ്പോഴും നാം നടന്നു പോകുന്നത്. എന്നാൽ ഹല്ലേലൂയ അവിടെയും കർത്താവ് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ആമേൻ സ്തോത്രം, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ശത്രുവിനും നിങ്ങളെ തകർത്തു കളയാൻ കഴിയുകയില്ല. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ ഇവിടെ ആയിരിക്കുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഹല്ലേലൂയ തകർന്നു പോകാവുന്ന അവസ്ഥയിൽ അവൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നുപോയപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. അവൻ മരണ നിഴലിൽ താഴ്വരയിൽ നിങ്ങൾ നടന്നപ്പോൾ മരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചപ്പോൾ ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചപ്പോൾ അവൻ സ്വത്രം അവിടെയെല്ലാം നിങ്ങളെ കരപിടിച്ച് ഉയർത്തിയ, നിങ്ങളെ കരപിടിച്ച് നടത്തിയ ഒരു കർത്താവിനെ ഇന്ന് രാത്രികാലം നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അവൻ നിങ്ങൾ ഒരിക്കലും മാനത്തോടെ വിഷമതയോടെ ഇരിക്കുവാൻ ഇടയാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. നാം കൂരിരുൾ താഴ്വരയിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേകത, നമുക്കൊന്നും കാണുവാൻ കഴിയില്ല. സ്വത്രം നാം ആ താഴ്വരയിലൂടെ ഒന്നും കാണാതെ നടക്കുകയാണ്. അവൻ സ്വത്രം ആ താഴ്വരയിൽ നാം നടക്കുമ്പോൾ നമ്മെ തകർക്കുവാൻ ശത്രുക്കൾ അവിടെ പതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും അപ്പുറയുള്ള മരത്തിന്റെ ചോട്ടിൽ, അപ്പുറയുള്ള നമ്മെ സ്വത്രം മറവിന്റെ അപ്പുറത്ത് ചില ശത്രുക്കൾ നമ്മെ തകർക്കുവാൻ, നമ്മെ പിടിക്കുവാൻ
പതിഞ്ഞിരിക്കുന്നത് പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ഇടയൻ ഇതെല്ലാം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ ആ കൂരിൽ താഴ്വരയിൽ നിന്നായിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ നിന്ന് നടക്കുന്നെങ്കിൽ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇടയന് അത് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. നിങ്ങളെ തകർത്ത് കളയുവാൻ ശത്രുവിനെ കർത്താവ് അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ഒരു ഹല്ലേലൂയ അവസ്ഥ അവിടെ 1 ശമൂവേൽ 17:34 വായിക്കാമോ? 1 ശമൂവേൽ 17:34 ദാവീദ് ആട്ടിടനായി ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുന്ന അവസരത്തിൽ ദാവീദ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ ദാവീദ് അവിടെ വിവരിച്ചിട്ടുണ്ട്. രാജാവിനോട് സംസാരിക്കുമ്പോൾ ശൗൽ രാജാവ് യുദ്ധത്തിനായി ഫെലിസ്ത്യന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭയപ്പെട്ട് ഫെലിസ്ത്യന്റെ മുമ്പിൽ മരണഭയത്തോടെ നിൽക്കുമ്പോൾ ദാവീദിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് എക്സ്പീരിയൻസ്? ദാവീദ് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഞാനൊരു ആട്ടിടയനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് വായിക്കാമോ? ശൗൽ ദാവീദിനോട്, ഈ ഫിലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെയാണ് ഈ സിംഹത്തെയും കരടിയെയും കൊന്നു. പ്രൈസ് ദി ലോർഡ്. മതി നോക്ക്, ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ദാവീദിനെ ബലപ്പെടുത്തുന്നത്. കാരണം ദാവീദ് ഒരു ഇടയനായിരുന്നപ്പോൾ സ്വത്രം ദാവീദിന്റെ ആടുകൾക്ക് നേരെ പതുങ്ങി വന്ന കരടിയെയും സിംഹത്തെയും സ്വത്രം ഒരുപക്ഷെ അവിടെയുള്ള ചില കുസൃതിയുള്ള ആടുകളായിരിക്കാം, ഒരുപക്ഷെ ആ ഇടയന്റെ അരികിൽ നിന്നും അകന്നുപോയ ആടുകളായിരിക്കാം, ഒരുപക്ഷെ എന്താണെന്ന് അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ ആ ആടുകളെ പിടിക്കുവാൻ പതിയിരിക്കുക മാത്രമല്ല, ആ കരടിയും സിംഹവും എന്ത് ചെയ്തു? ആടിനെ പിടിക്കുവാൻ ഇടയായിത്തീർന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സ്വന്തം ഇതുപോലുള്ള അവസ്ഥ, ശത്രുവിന്റെ വായിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് സ്വന്തം ദൈവം നമ്മോട് കൂടെ ഇല്ലാഞ്ഞിട്ടല്ല, ഇടയെ നമ്മുടെ കരത്തിന് പിടിച്ച് നടത്താഞ്ഞിട്ടല്ല. പലപ്പോഴും സ്വന്തം നമ്മുടെ കുറവുകൊണ്ടോ എന്തോ അങ്ങനെ ഒരു പക്ഷേ സംഭവിക്കാം. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഇവിടെ ദാവീദിന്റെ എക്സ്പീരിയൻസ് ദാവീദ് പറയുകയാണ്, സ്വന്തം ഞാൻ പിന്തുടർന്നതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്വന്തം നോക്കി, വെറുതെ പിടിക്കാൻ വന്നപ്പോഴല്ല വിടുവിച്ചത്, മറിച്ച് പിടിച്ചു കൊണ്ടുപോയ ആട്ടിൻകുട്ടിയെ സ്വന്തം ആ ശത്രുവിന്റെ വായിൽ നിന്നാണ് ദൈവം വിടുവിക്കുന്നത്. പലപ്പോഴും നമുക്കും അങ്ങനെയുള്ള ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? തകർന്നു, ഇനി നമുക്ക് ഒരു മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിയില്ല, ശത്രുവിന്റെ വായിൽ അകപ്പെട്ടു എന്ന് തോന്നുന്ന ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ നോക്ക് സ്വത്രം, ആ ശത്രുവിന്റെ വായിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ ദൈവം. നാം തകർന്നു പോയി, നശിച്ചു, തീർന്നു, ഇനി എനിക്ക് മുന്നോട്ടൊരു ജീവിതമെല്ലാം ചിന്തിക്കുന്ന സ്ഥാനത്ത് നിന്ന് ശത്രുവിനെ അടിച്ചിട്ടിട്ട് ആ വായിൽ നിന്ന് രക്ഷിപ്പാൻ, വിടുവിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. മാത്രമല്ല നോക്കിയേ, അത് ദാവീദിന് നേരെ വന്നപ്പോൾ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഹല്ലേലൂയ. നമ്മുടെ നേരെ വരുന്ന ശത്രുവിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊല്ലുവാൻ നമുക്ക് ദൈവം അഭിഷേകം തന്നിട്ടുണ്ട്, നമുക്ക് ദൈവം ശക്തി തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. അതിന്റെ മുന്നോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദൈവത്തിന്റെ അഭിഷേകം അത് ദാവീദിന്റെ മേൽ പകർന്നിട്ടുണ്ട്. സ്വന്തം ദൈവത്തിന്റെ അഭിഷേകം ഉള്ളത് കൊണ്ടാണ് ദൈവം ദാവീദ് അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊല്ലുവാൻ ഇടയായിട്ടുള്ളത്. അല്ലാതെ ദാവീദിന്റെ കഴിവോ ദാവീദിന്റെ ബലവുമല്ല. കാരണം ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവിടെ ഒരു കോമളനായ ഒരു ബാലനായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എതിരെ വന്നത് സിംഹവും കരടിയുമാണ്, ഏറ്റവും ബലവാന്മാരായവരാണ്. സ്വന്തം രാത്രികാലം നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം പലപ്പോഴും നമ്മുടെ ശത്രുക്കളെ തകർത്ത് കളയുവാൻ മതിയായ അഭിഷേകമാണ്. സ്വന്തം അതുകൊണ്ട് ഹല്ലേലൂയ, ദാവീദ് ശക്തിയോടെ പറയും, യഹോവ എന്റെ ഇടയനാകുന്നു, പലപ്പോഴും കുരിന്റെ താഴെ കൂടി ഞാൻ നടന്നാലും എന്റെ ഇടയൻ സ്വന്തം എന്റെ മേൽ പതിയിരിക്കുന്ന, എന്നെ തകർക്കുവാൻ പതിയിരിക്കുന്ന ശത്രുക്കളെ അവരുടെ വായിൽ നിന്ന് വിടുവിച്ച് എന്നെ രക്ഷിക്കുമെന്ന് വളരെ ശക്തിയോടെ ദാവീദിന് പറയുവാൻ കഴിയും. എന്നാൽ സ്വന്തം എഹെസ്കേൽ 34:5 വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. നാം പലപ്പോഴും ആടുകളുടെ ഹല്ലേലൂയ കാര്യവും ആട്ടിടന്റെ കാര്യവും പറയുമ്പോൾ സ്വന്തം ഇടയില്ലാത്ത ആടുകളെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. പ്രവാചകനിലൂടെ കർത്താവ് ഇങ്ങനെ പറയുന്നു. സ്വന്തം എഹെസ്കേൽ 34:5. പ്രൈസ് ദി ലോർഡ്.
മതി. പ്രൈസ് ലോർഡ്. ഓക്കേ, ഇടയനില്ലായത് കൊണ്ട് ആടുകൾ എന്ത് ചെയ്തു? ചിതറിപ്പോയി. പ്രൈസ് ലോർഡ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? കാട്ടിലെ സകല മൃഗങ്ങൾക്കും അത് ഇരയായി തീർന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. നാം ഹല്ലേലൂയ ആ ഇടയന്റെ കൂടെ നടന്നില്ലെങ്കിൽ, ആമേൻ, ആ ഇടയന്റെ കൂടെ നാം ചേർന്ന് നടക്കുവാൻ ഇടയായി തീർന്നില്ല എങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് നാം കാട്ടിലെ മൃഗങ്ങൾക്ക് ഇരയായി തീരും. പ്രൈസ് ലോർഡ്. ആമേൻ. തിരുവചനം അങ്ങനെയാണ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഹല്ലേലൂയ ആളുകൾ, ആമേൻ, ശത്രുക്കൾക്ക് ഇരയായി തീരുന്നത് ഇടയന്റെ കൂടെ ഇടയനില്ലാതെ നടക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. ആ കാട്ടിലെ സകല മൃഗങ്ങൾക്കും അവർ ഇരയായി തീർന്നത് ഇടയനില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. പ്രൈസ് ലോർഡ്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. സ്വന്തം ദാവീദ് ആ സങ്കീർത്തനം എഴുതിയപ്പോൾ പ്രവചനത്തിലൂടെ അവൻ പറയുകയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു. കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞത്. യോഹന്നാൻ 10-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ കർത്താവ് തന്നെ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. സ്തോത്രം. മതി. പ്രൈസ് ലോർഡ്. നോക്കൂ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ദാവീദിന്റെ എക്സ്പീരിയൻസ് ആണ്. നോക്കിയേ, ദാവീദ് തന്റെ ആടുകളെ രക്ഷിക്കാൻ വേണ്ടി കരടിയുടെ നേരെ, സിംഹത്തിന്റെ നേരെ ചെന്നതുപോലെ അവൻ സ്തോത്രം കർത്താവ് പറയുകയാണ്, ഞാൻ എന്താകുന്നു? നല്ല ഇടയനാകുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുവാൻ തയ്യാറായി വന്ന നല്ല ഇടയനാകുന്നു. സ്തോത്രം എന്ന് പറയുക മാത്രമല്ല, കർത്താവ് തന്റെ ജീവനെ കൊടുക്കുവാൻ ഇടയായി തോന്നുന്നു. അതിന്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും വായിക്കാമോ? ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്. സ്തോത്രം. ആ യഹൂദ പാരമ്പര്യത്തിൽ, യഹൂദ സാഹചര്യത്തിൽ നിന്നാണ് കർത്താവ് അവിടെ സംസാരിക്കുന്നത്. കാരണം ദാവീദിന്റെ കാലം മുതൽ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാലം മുതൽ അവർ ആട്ടിടയന്മാരായിരുന്നു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന നല്ല ഭാഷയിൽ കർത്താവിനെ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. പ്രൈസ് ലോർഡ്. എൻ്റെ ആടുകൾക്ക് വേണ്ടി, ആമേൻ, സ്തോത്രം, എൻ്റെ ഹല്ലേലൂയ മക്കൾക്ക് വേണ്ടി, എൻ്റെ ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ വെച്ചു കൊടുക്കാൻ തയ്യാറാണ്. സ്തോത്രം. ആമേൻ, സ്തോത്രം. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ആമേൻ. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെക്കുറിച്ചാണ് ഞാനിത് പറയുന്നത്, യഹൂദരാ, നിങ്ങളെക്കുറിച്ചാണ് ഞാനിത് പറയുന്നത്. എങ്കിലും പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ചില ആടുകൾ കൂടി ഉണ്ട്. സ്തോത്രം. അവരെയും ഞാൻ നടത്തേണ്ടതാകുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രികാലം, ആമേൻ, സ്തോത്രം, ഈ ദൈവസഭയിൽ ഈ കസേരയിലിരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ച നമ്മളെ കുറിച്ചാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. നാം യഹൂദരല്ല, നാം പണ്ട് ജാതികളായിരുന്നു. നാം ജാതികളാൽ ജനിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ജാതി സമൂഹത്തിൽ ജീവിച്ച്, ആമേൻ, ആ ഒരു സാഹചര്യത്തിൽ ജീവിച്ച നമ്മെ കർത്താവ് പേർ ചൊല്ലി വിളിച്ചു. പ്രൈസ് ലോർഡ്. ഓമന പേർ ചൊല്ലി വിളിച്ചു. ഇന്ന് രാത്രികാലം ആമേൻ ദൈവത്തെ ആരാധിക്കുവാൻ, ആ കർത്താവ് യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അത് മുന്നമേ കർത്താവ് പറഞ്ഞു, ആമേൻ, സ്തോത്രം, ഞാൻ വേറെ ചില ആടുകളെയും എന്ത് ചെയ്യേണ്ടതാകുന്നു? നടത്തേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം നമുക്കതിനുള്ള ഭാഗ്യം ലഭിച്ചു. പ്രൈസ് ലോർഡ്. എങ്കിൽ പിന്നെ ഹല്ലേലൂയ, അന്ന് പറഞ്ഞ കർത്താവിന്റെ പ്രവചനമാണ്, ആമേൻ, സ്തോത്രം, നാം ഹല്ലേലൂയ അവന്റെ ആടുകളാണെന്നുള്ളത്. ആമേൻ, സ്തോത്രം. ഒരു യോഗ്യതയുമില്ലാതിരുന്ന് നമ്മെ കർത്താവ് കരം പിടിച്ച് അവന്റെ തൊഴുത്തിൽ ആക്കി തീർത്തു. പ്രൈസ് ലോർഡ്. എങ്കിൽ ഹല്ലേലൂയ, ആ നല്ല ഇടയൻ നമ്മെ നന്നായി നടത്തുവാൻ ശക്തനാണ്. പ്രൈസ് ലോർഡ്. ഒരു ഇടയനും, ആമേൻ, സ്തോത്രം, ഒരു കൂട്ടവുമായി തീർന്നു നമ്മൾ. ആമേൻ, പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് നമ്മിൽ ഹല്ലേലൂയ ഈ സ്നേഹം, ആമേൻ, പരസ്പരം ഉണ്ടാകുന്നത്. പ്രൈസ് ലോർഡ്. കാരണം എന്താ? നമ്മൾ ഒരു തൊഴുത്തിലെ ആടുകളാണ്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ വേറെ സ്ഥലത്തേലും വിശ്വാസിയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരുന്നത്. പ്രൈസ് ലോർഡ്. കാരണം എന്തുകൊണ്ടാണ്? വേറെ ഏതോ ദേശത്ത്, വേറെ ഏതോ അപ്പനും അമ്മയ്ക്കും പിറന്ന, വേറെ ഏതോ ഹല്ലേലൂയ സാഹചര്യത്തിൽ വളർന്ന ഒരാൾ, പക്ഷേ ആമേൻ, സ്തോത്രം, ആ പ്രൈസ് ലോർഡ് സഹോദര വിശ്വാസിയാണല്ലേ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. എന്തുകൊണ്ടാണ്? ആമേൻ, സ്തോത്രം, നാം അവന്റെ, ആമേൻ, തൊഴുത്തിലെ ആടുകളാണ്. സ്തോത്രം. ഒരേ ഭവനത്തിലെ മക്കളാണ്. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളാണ് നാം. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ ഹല്ലേലൂയ നാം സന്തോഷിക്കുന്നത്. 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. പ്രൈസ് ലോർഡ്. പലപ്പോഴും പതിയിരിക്കുന്ന ശത്രുക്കളുടെ മുമ്പാകെ, നമ്മുടെ കണ്ണിന് മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കളുടെ മുൻപാകെ വിരുന്നൊരുക്കി, ആമേൻ, അവരുടെ മുമ്പാകെ ഹല്ലേലൂയ അഭിമാനത്തോടെ നടത്തുവാൻ കർത്താവ് നമ്മെ ഹല്ലേലൂയ ശക്തരാക്കുന്നു. മാത്രമല്ല, നമ്മെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. അത് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. നമ്മിൽ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ, ആത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്ത്, ആമേൻ, സ്തോത്രം, കർത്താവ് ഹല്ലേലൂയ നമ്മെ ശത്രുക്കളുടെ മുമ്പാകെ നടത്തുന്നു. പ്രൈസ് ലോർഡ്. എന്താണ് അതിന്റെ ലക്ഷണം? ആ അഭിഷേകത്തിന്റെ ലക്ഷണം
ലക്ഷണമാണ് അടുത്ത വാക്യം പറയുന്നത്, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. പ്രൈസ് ലോർഡ്. എന്താണ് പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം? പ്രൈസ് ലോർഡ്, അത് സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. നമുക്കൊരു സഹോദരനോട് സ്നേഹമുണ്ടോ? ഒരു സഹോദരനെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം തോന്നാറുണ്ടോ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ നമ്മളെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് സ്വയമേ നമുക്ക് ബോധ്യം വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു കൂട്ടു സഹോദരനെ അല്ലെങ്കിൽ നമ്മുടെ വേറൊരു സഹോദരിയെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സന്തോഷം തോന്നാറുണ്ടോ? അവരോട് സ്നേഹം തോന്നാറുണ്ടോ? പ്രൈസ് ലോർഡ്. അവരുടെ ഒരു വിഷമം അത് നമ്മുടെ വിഷമമായിട്ട് നമുക്ക് തോന്നാറുണ്ടോ? എങ്കിൽ ഹല്ലേലൂയ, നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. പ്രൈസ് ലോർഡ്. അതാണ് ഹല്ലേലൂയ കർത്താവ് അവിടെ പറയുന്നത്. സ്തോത്രം. കാരണം നാം കൈയടിച്ച് ആരാധിക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ആലയത്തിൽ വരുമ്പോൾ ആരാധിക്കുന്നതോ നാം ബന്ധുക്കോസുകാരെന്ന് പറയുന്നതോ നമ്മൾ ഒരിക്കലും അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്നതോ അല്ല, മറിച്ച് സ്തോത്രം, ആമേൻ, കർത്താവ് നമ്മെ എന്നും എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എണ്ണ കൊണ്ട് നമ്മെ പുതുക്കുന്നു, അഭിഷേകത്തെ പുതുക്കുന്നു, അഭിഷേകം നടത്തുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. സ്തോത്രം. അത് നാം മനസ്സിലാക്കുന്നത്, നമ്മുടെ കൂടെയുള്ള സഹോദരനെ കാണുമ്പോൾ ആ സഹോദരനിലേക്ക് നമ്മളിൽ നിന്നുള്ള സ്നേഹം ഒഴുകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആ സ്നേഹം പുറത്തു വരുന്നുണ്ടെങ്കിൽ, പ്രൈസ് ലോർഡ്, അവിടെ നമ്മിൽ പരിശുദ്ധാത്മാവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ കർത്താവ് നമ്മൾ ഇടയനാകുന്നെങ്കിൽ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പ്രൈസ് ലോർഡ്. ആ വചനം വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട ഒരു വചനമാണ്. പ്രൈസ് ലോർഡ്. പലപ്പോഴും ദേവദാസന്മാർ പ്രസംഗിക്കുന്നതാണ്, എങ്കിലും സ്തോത്രം, പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെയൊന്നുമല്ല, ഞാൻ നന്മയെ പിന്തുടരണം, ഞാൻ അന്വേഷിച്ച് കണ്ടെത്തണം, ഞാൻ അതിന്റെ പുറകെ പോകണമെന്നൊക്കെ പല വിശ്വാസികളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ തിരുവചനം ഇങ്ങനെ പറയുന്നു, ആമേൻ, യഹോവ നിന്റെ ഇടയനാണെങ്കിൽ, യഹോവ എന്റെ ഇടയനാണെങ്കിൽ, ആമേൻ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നാം അതിനെ പിന്തുടരണ്ട, അതിനായി നാം ഓടിപ്പോകണ്ട, അതിനായി നാം കൂടുതലായി പ്രയത്നിക്കേണ്ട. പ്രൈസ് ലോർഡ്. അത് നമ്മെ പിന്തുടരുവാണ്ടിയായി തീരും. പ്രൈസ് ലോർഡ്. ഞാൻ കർത്താവ് വിശ്വസിച്ച നാൾ മുതൽ ദൈവം ഹല്ലേലൂയ എന്നോട് പറഞ്ഞത്, നാളെയെ കുറിച്ച് നീ വിചാരപ്പെടേണ്ട, നാളെ നിനക്കായി വിചാരപ്പെടുമല്ലോ. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സാഹചര്യം എന്തായിരുന്നു. ആമേൻ. അന്ന് കരം പിടിച്ച ആ നാൾ മുതൽ ഈ സമയം വരെ എന്നെ നടത്തുന്ന ദൈവം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, കൂരിരുൾ താഴ്വരയിൽ കൂടി കർത്താവ് നടത്തി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നന്മയും കരുണയും എല്ലാം തന്ന് കർത്താവിനെ നടത്തി ഈ നിമിഷം വരെയും ഒന്നിനും കുറവില്ലാതെ, ആമേൻ, സ്തോത്രം, നന്മയും കരുണയും എന്നെ പിന്തുടർന്ന് കർത്താവ് ആമേൻ എന്നെ നടത്തുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ലോർഡ്. പ്രിയ ദൈവമക്കളെ, രാത്രികാലം ഈ വചനം ആമേൻ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ, എനിക്കറിയില്ല, കഴിഞ്ഞ ദിവസം സങ്കീർത്തനം ശുശ്രൂഷിക്കണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ ഒറ്റ സങ്കീർത്തനം മാത്രമേ എൻ്റെ മനസ്സിലേക്ക് വന്നുള്ളൂ, 23-ാം സങ്കീർത്തനം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, ആമേൻ, സ്തോത്രം, അനേക കുഞ്ഞുങ്ങൾ വരെ ആമേൻ മെസ്സേജ് പറയുന്ന ഒരു സങ്കീർത്തനമാണ് 21-ാം സങ്കീർത്തനം. എന്നാൽ ഈ ആരാധന എന്ന് പറയുന്നത്, പ്രൈസ് ലോർഡ്, ഈ വർഷത്തെ അവസാനത്തെ ആരാധനയാണ്. സ്തോത്രം. ഈ വർഷം നമുക്കിനി ഇയറിൻ്റെ ഒരു ആരാധന കൂടി ഉണ്ടെങ്കിലും ആമേൻ ഒഫീഷ്യലായിട്ട് നമ്മൾ ആരാധിക്കുന്ന അവസാനത്തെ ആരാധനയാണ്. ഈ വർഷത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മെ കരം പിടിച്ച് നടത്തിയ ആ നല്ല ഇടയനെ കുറിച്ച് ഇന്ന് രാത്രികാലമോ ഹൃദയത്തിൽ ചിന്തിക്കാമോ? ആമേൻ, സ്തോത്രം. ഏതെല്ലാം അവസരങ്ങളിൽ എന്തെല്ലാം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ചിന്തിച്ചു, എന്തെല്ലാം ഭാരത്തെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കയറി വന്നു. പ്രൈസ് ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, പിറ്റേ ദിവസം നിങ്ങളുടെ ആ ഭാരം മാറിയില്ലേ? പിറ്റേ ദിവസം നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നില്ലേ? ആമേൻ, നാളെ എന്താവും കർത്താവേ എന്ന് ചോദിച്ച അവസ്ഥയിൽ, ആമേൻ, സ്തോത്രം, അതിനെല്ലാം കർത്താവ് മാറ്റി തന്നില്ലേ? ആമേൻ. ജനുവരി 1 മുതൽ ഡിസംബർ 27 വരെ, ആമേൻ, സ്തോത്രം, നിങ്ങൾ ഭാരപ്പെട്ട വിഷയത്തിൽ ദൈവം നിങ്ങളെ വിടുവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ലോർഡ്, ആ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. സ്തോത്രം. അവസാനത്തോളം നമ്മെ നടത്തുവാൻ മതിയായ ദൈവമാണ് നമ്മുടെ കർത്താവ്. കർത്താവ് മാത്രമേ പറഞ്ഞുള്ളൂ, ആമേൻ, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടിയിരിക്കും, അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. ആമേൻ, സ്തോത്രം, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ലോർഡ്. നമുക്ക് അതിനായിട്ട് ഒരുങ്ങാം. സ്തോത്രം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഒരു വാക്യം കൂടെ ആമേൻ വായിച്ച് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഹല്ലേലൂയ ആമേൻ തൽക്കാലം വിരമിക്കാം. പ്രൈസ് ലോർഡ്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 32-ാം വാക്യം. സകല ജാതികളെയും ആമേൻ
മതി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആമേൻ സ്തോത്രം ന്യായവിധിയെ കുറിച്ചാണ് കർത്താവ് അവിടെ പറയുന്നത്. അവസാന ന്യായവിധി സമയം. ആമേൻ സങ്കീർത്തനക്കാരൻ യഹോവ എൻ്റെ ഇടയനാകും എന്ന് പറഞ്ഞു തുടങ്ങി. കർത്താവ് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ആമേൻ സ്തോത്രം അവിടെ അവസാന ന്യായവിധി സമയം ഉണ്ടാകുമ്പോഴുള്ള കാലം അതുകൂടെ കർത്താവ് പറഞ്ഞ് ഓർമ്മിപ്പിച്ച് ആമേൻ സ്തോത്രം ഈ വർഷത്തെ സഭാരാധനയുടെ സങ്കീർത്തനം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിച്ച് ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഒരു ന്യായവിധിയുണ്ട്. സ്തോത്രം. ആ ന്യായവിധി സമയത്ത് നാം ഹല്ലേലൂയ നല്ല ആടുകളായിരുന്നു എന്ന് ഹല്ലേലൂയ നാം ചിന്തിക്കണം. ഇന്ന് രാത്രികാലം പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ ന്യായവിധി സമയം വരുമ്പോൾ കർത്താവ് നമ്മെ ഏത് കൂട്ടത്തിൽ നിർത്തുമെന്ന് ഇന്ന് രാത്രികാലം നാം ചിന്തിച്ച് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മനസ്സിൽ ധ്യാനിക്കുവാൻ ഇടയായി തീരണം. ആമേൻ ചെമ്മരിയാടുകളുടെ കൂട്ടത്തിൽ ആണെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമുക്ക് സന്തോഷിക്കാം. ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. അല്ല കർത്താവേ ഹല്ലേലൂയ പലപ്പോഴും ആമേൻ കോലാടുകളുടെ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ ചിതറിപ്പോകുന്ന ആടിന്റെ സ്വഭാവം, മറുത്തു നിൽക്കുന്ന ആടുകളുടെ സ്വഭാവം, ആമേൻ ഇടിക്കുന്ന സ്വഭാവം, ആമേൻ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് ക്ഷമ ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ നമ്മുടെ കർത്താവിന്റെ പ്രത്യേക ആമേൻ ഹല്ലേലൂയ കർത്താവ് കൃപയും കരുണയുമുള്ള ദൈവമാണ്. ഇന്ന് രാത്രികാലവും ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കുറവുകളെ, നമ്മൾ വന്നു പോയിട്ടുള്ള തെറ്റുകളെ, കുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് ആമേൻ ഹല്ലേലൂയ നമ്മുടെ പുതുക്കത്തിലേക്ക് നടത്തുവാൻ മതിയായ ദൈവമാണ് ഇന്ന് രാത്രി നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അവൻ ഇന്നും ഇന്നേക്കും അനന്യം തന്നെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ നല്ല ചെമ്മരിയാടുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.